എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിലെങ്ങനെ വളരെ എളുപ്പത്തിൽ എഗ് പപ്സ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഓയിലായാലും മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ചതച്ചിരിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ട് അരക്കുകയല്ല, ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് സവാള എടുക്കുക. അപ്പോൾ ഞാൻ 2 സവാള അതേപോലെ കനലില്ലാണ്ട് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അത് നല്ലോണം ഒന്ന് ഇനി വഴറ്റി കൊടുക്കാം. ഇതിനി ഒന്ന് വഴണ്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്തിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കൂട്ടിയാൽ ഉള്ളി പെട്ടെന്ന് ആയി കിട്ടും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് ഈ ഒരു പാകമാവുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ, ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പച്ചമുളക് ചേർത്താതിരുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്തണം എന്നില്ല, പക്ഷെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ഗ്രേവിക്ക് ഒരു ഇത്തിരിയും കൂടെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്തുന്നത്. ഇനി ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. കാരണം നമ്മളിതിൽ തക്കാളി ഒന്നും ചേർത്താത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇതിലേക്ക് കിട്ടുക കേട്ടോ. ഇനി ഞാനൊരു 1/2 to 1/4 ടീസ്പൂണിന് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചേർത്തുമ്പോൾ ആ ചെറിയൊരു പുളിയും ആ ഒരു മധുരവും ആ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് വഴണ്ട് വരുമ്പോൾ തന്നെ അതൊന്ന് കറിയല്ല, അത് റോസ്റ്റ് ചെയ്തത് ഒന്നും കൂടി ഒരു മയത്തിൽ കിട്ടും. അതായത് ഒരു ഇത്തിരി തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സമൂസ ഷീറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനി ഈ പപ്സിൻ്റെ ഷീറ്റ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. മൈദ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് മൈദയിൽ ഉപ്പും ബട്ടറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കാം. അതിന് ശേഷം നല്ലോണം ഒന്ന് പരത്തിയിട്ട് കുറച്ചും കൂടി ബട്ടർ തേച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം അങ്ങനെ ഒരു പ്രാവശ്യം പരത്തുക, ബട്ടർ തേക്കുക, അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലെയറായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് മസാല വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. ഒന്നില്ലെങ്കിൽ പപ്സ് ഇങ്ങനെ 2 ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാങ്ങുന്നതൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ പപ്സും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ പോണ പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പപ്സായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം വെച്ചു, അടുത്തത് നമ്മൾ ഉണ്ടാക്കുകയാണ്. അതേപോലെ കുറച്ച് മസാല വയ്ക്കുക. എന്നിട്ട് മുട്ട നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുക, കമിഴ്ത്തി വെച്ച് കൊടുക്കുക. അതായത് ആ മഞ്ഞ ഭാഗം താഴേക്ക് വരണം. ആ രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല വേണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നതിൽ ഒരുപാട് എണ്ണ ആവരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങോട്ട് കളറ് പുറത്തേക്ക് വരും. ഒന്നില്ലെങ്കിൽ പപ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം, കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടാവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 4 അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒട്ടിക്കാനായിട്ട് നമ്മൾ വെള്ളം തടവ് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ആ ട്രെയിൽ വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട നല്ലോണം അടിച്ചതിന് ശേഷം അതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പകരമായിട്ട് നമുക്ക് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ക്രിസ്പി ആവാൻ അതേപോലെ വശം ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റാണ് സമയം എടുത്തത്. അപ്പോൾ നമ്മൾ ഓരോ ഓവൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലേസും കൂടി കിട്ടും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.